ഹലോ ഗൈസ്, അപ്പോൾ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വർക്കിന് വന്നൊരു വീഡിയോ കാണിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ഡെയിലി പോകുന്ന ഒരു രീതിക്കല്ലായിരുന്നു ഇന്നത്തെ ദിവസം പോയത്. ഭയങ്കര ശോകം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകമായിരുന്നു. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല അത്രയും ബുദ്ധിമുട്ടിയായിരുന്നു ഇന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചി ഉണ്ടായിരുന്നില്ല. അപ്പം ചേച്ചിക്ക് പകരം ഞാനായിരുന്നു ഓഫീസിൽ ഇൻചാർജ്. അപ്പോൾ എനിക്ക് നേരത്തെ എത്തേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ബസ്സൊക്കെ വന്നു. ഞാൻ ബസ്സിൽ കയറി. എൻ്റെ കഷ്ടകാലത്തിന് നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. പാലാരിവട്ടത്ത് നല്ല രീതിക്കുള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നു. എനിക്ക് വേറെ വഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, മെട്രോ കയറി പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ തന്നെ സമയം ഒരു 9:45 ആയിട്ടുണ്ടാവും കേട്ടോ. എനിക്ക് കറക്റ്റ് 10 മണിക്ക് ഇന്ന് എത്തണം. കാരണം ഞാൻ പറയാം, കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചി ഇല്ല. അപ്പോൾ എന്നെ വിശ്വസിച്ച് ആ ചേച്ചി ഏൽപ്പിച്ചതായിരുന്നു നേരത്തെ എത്തണം എന്നുള്ള രീതിക്ക്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്തായാലും എത്തുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. ബ്ലോക്ക് എന്നെ ചതിച്ചു. അങ്ങനെ ഞാൻ നേരെ കുറച്ച് നേരം മെട്രോ കാത്തിരുന്നു. ഒരു 2-3 മിനിറ്റോളം മെട്രോ വരാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടാണ് ലാസ്റ്റ് മെട്രോ വന്നു. നേരെ മെട്രോയിലൊക്കെ കയറി. ഇപ്പോഴും സമയം വൈകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് പക്ഷേ ഭയങ്കര ടെൻഷനായിപ്പോയി. കാരണം ഞാൻ ഇത്ര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്തിട്ട് ഇന്നേ വരെ ഞാൻ മെട്രോയിൽ കയറി ജോലിക്ക് പോയിട്ടേ ഇല്ല. ബസ്സിന് തന്നെയാണ് ജോലിക്ക് പോയിട്ടുള്ളത്. അത് കഴിഞ്ഞ് മെട്രോ കയറി നമ്മൾ MG റോഡിലായിട്ട് ഇറങ്ങിയത്. MG റോഡിൽ നിന്ന് നേരെ ഹൈക്കോർട്ടിലേക്ക് വണ്ടിയില്ല. സോ ഞാൻ എന്ത് ചെയ്തു, നേരെ ഓട്ടോ പിടിച്ചു. അവിടെ എത്തി. 10:25, 22 ആയിട്ടു ഞാൻ പഞ്ച് ചെയ്യുമ്പം 10 മണിക്ക് എനിക്ക് എത്തേണ്ടതായിരുന്നു. ഭാഗ്യത്തിന് വേറെ സീനും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ടെൻഷൻ അടിച്ചായിരുന്നു. ഇന്നത്തെ ദിവസം ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചായിരുന്നു. അങ്ങനെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു ഉച്ചയാകുമ്പോഴത്തേനും നല്ല മഴ പെയ്തപ്പോഴത്തേനും ഞങ്ങളുടെ ഓഫീസിൻ്റെ നേരെ ഇങ്ങനൊരു സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെ അടിപൊളിയായിട്ടോ, നല്ല കാറ്റായിരിക്കുള്ളൂ, ഒരു രക്ഷയില്ല. വൈബ് എന്ന് പറഞ്ഞാൽ നമുക്ക് കടപ്പുറത്തും അവിടെ ഒന്നും പോവണ്ട, അതുപോലെ വൈബാട്ടോ അവിടെ. വെറുതെ പോയി നിന്നാൽ മതി. ഒട്ടുക്കത്തെ കാറ്റെന്ന് പറഞ്ഞാൽ ഒട്ടുക്കത്തെ കാറ്റാണ്. നമുക്ക് നല്ലൊരു റിഫ്രഷ്മെൻ്റ് ആട്ടോ ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നത്. എൻ്റെ മേത്തോട്ട് അടിക്കുന്ന ഫുള്ള് കാറ്റാണ്. ഇപ്പം എനിക്ക് വീഡിയോയിൽ ഇത് എത്രമാത്രം കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അടിപൊളിയായിട്ട് കാറ്റ് നല്ല രീതിയിൽ നമുക്ക് കിട്ടും കേട്ടോ, തണുത്ത കാറ്റ്. പിന്നെ അവിടെ ഓളം തള്ളലുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ്. അതിന് നേരെ ഞാൻ ചായ കുടിക്കാനായിട്ട് പോയിട്ടാണ്. എനിക്ക് ചായ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായയും ആരോറൂട്ട് ബിസ്ക്കറ്റും കേട്ടോ കഴിക്കുന്നത്. ഈവനിങ് ഇത് എപ്പോഴും പതിവാണ്. ഒന്നില്ലെങ്കിൽ കട്ടൻ ചായ അല്ലെങ്കിൽ പാൽ ചായ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അവിടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. അപ്പോൾ ഓക്കെ, ബൈ.